ഹരി ഓം. വിഷ്ണു സഹസ്രനാമ സ്തോത്രം, ശ്ലോകം 90. വിശ്വമൂർത്തിർമഹാമൂർത്തിർദീപ്തമൂർത്തിരമൂർത്തിമാൻ അനേകമൂർത്തിരവ്യക്ത ശതമൂർത്തി ശതാനന. ഹരി ഓം. ഹരി ഓം. 717 നാമം വിശ്വമൂർത്തി. ഈ വിശ്വമാകുന്ന ശരീരത്തോടു കൂടിയവൻ, മൂർത്തിസ്വരൂപം, അതാണ് വിശ്വമൂർത്തി. 718 നാമം മഹാമൂർത്തി. അനന്തനാകുന്ന ശയ്യയിൽ അധിവസിക്കുന്ന മഹത്തായ ശരീരത്തോടു കൂടിയവൻ, വലിയ ശരീരത്തോടു കൂടിയവൻ എന്ന അർത്ഥത്തിൽ മഹാമൂർത്തി. 719 നാമം ദീപ്തമൂർത്തി. അത്രയും പ്രകാശമുള്ള ദീപ്തമായ ശരീരത്തോടു കൂടിയവൻ എന്ന അർത്ഥത്തിൽ ദീപ്തമൂർത്തി. 720 നാമം അമൂർത്തിമാൻ. കർമ്മനിർമ്മിതമായ താൻ സ്വേച്ഛയാൽ സ്വീകരിക്കുന്ന ശരീരത്തിന്റെ വിശേഷണങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞത്, വിശ്വമൂർത്തി, മഹാമൂർത്തി എന്നൊക്കെ. എന്നാൽ യഥാർത്ഥത്തിൽ ശരീരമേ ഇല്ലാത്ത ആ മൂർത്തി, മൂർത്തിസ്വരൂപമല്ലാത്ത ആ പരമാത്മാവാണ്, സച്ചിദാനന്ദ സ്വരൂപനാണ് ഭഗവാൻ എന്നതിനാൽ ആ ശരീരരഹിതമായ നിർഗുണ ബ്രഹ്മം, അതാണ് അമൂർത്തിമാൻ. 721 നാമം അനേകമൂർത്തി. നിർഗുണ പരബ്രഹ്മമായിരിക്കുന്ന ആ ഭഗവാൻ ലോകരക്ഷണാർത്ഥം ഓരോരോ ശരീരം സ്വീകരിക്കുന്നു. അങ്ങനെ മത്സ്യ, കൂർമ്മ, വരാഹാദി അവതാരങ്ങളെ, അനേക അവതാരങ്ങളെ, അംശാവതാരങ്ങളായിട്ട് ഒരുപാട് അവതാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അനേക അവതാരങ്ങളെ സ്വീകരിച്ചവൻ എന്ന അർത്ഥത്തിൽ അനേകമൂർത്തി. 722 നാമം അവ്യക്ത. ഭഗവാന്റെ നിർഗുണ രൂപത്തെയും സഗുണ രൂപത്തെയും അത്ര പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ സാധ്യമല്ല എന്നതിനാൽ അവ്യക്ത. 723 നാമം ശതമൂർത്തി. ഈ പ്രപഞ്ചത്തിൽ കാണുന്നവയെല്ലാം ഭഗവാൻ തന്നെയാണ്. ശതം എന്നതിന് മുൻപ് പറഞ്ഞു അനേകം. എല്ലാ ജീവജാലങ്ങളായിരിക്കുന്നതും ഭഗവാൻ തന്നെ എന്ന അർത്ഥത്തിൽ ശതമൂർത്തി. 724 നാമം ശതാനനഃ. ശത ആനനഃ. ഇങ്ങനെ അനേകം മൂർത്തികളായി ഇരിക്കുന്ന ആ പരമാത്മാവിന് ആനനം എന്നാൽ മുഖം, അനേകം മുഖങ്ങൾ ഉണ്ടാകുന്നു. അതിനാൽ ശതാനനഃ. ഹരി ഓം.